ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണാചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എംബ്രസ് കോഴ്സുകളും പിന്നെ ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ ചില മാറ്റങ്ങളും വരാനുള്ള സാധ്യതകളെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പൈ ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസാണ് നമ്മളത് ന്യൂസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ന് അതിന് കുറച്ചും കൂടി എന്താ പറയുക, ഇന്നലെ പറഞ്ഞ വീഡിയോയ്ക്ക് ഉറപ്പ് നൽകുന്ന രീതിയിൽ, അത് ശരിവെക്കുന്ന രീതിയിൽ മറ്റൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെ. ഓക്കെ, തീർച്ചയായിട്ടും യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവരും യു കെയിൽ വന്നിട്ടുള്ളവർ എല്ലാവരും ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് കേട്ടിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. കേൾക്കാതെയും മനസ്സിലാക്കാതെയും കണ്ടിട്ട് നെഗറ്റീവാന്നൊക്കെ പറഞ്ഞ് തള്ളി കളഞ്ഞ് പോയവർ കുറേയധികം ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മാറ്റങ്ങൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ദ സൺ എന്നുള്ളൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഷ് ക്രാക്ക് ഡൗൺ ഓൺ ഗ്രാജുവേറ്റ് വിസ /മൈഗ്രേഷൻ സ്പാർക്സ് ഗവൺമെൻറ് റോ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നത് തന്നെ 2 ഇയർ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയെ കണ്ടിട്ടാണ്, അല്ലാതെ ഇവിടെ വർക്ക് വിസയോ കാര്യങ്ങളും കണ്ടിട്ടല്ല. ഓക്കെ, വർക്ക് വിസ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ വന്ന സമയത്ത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ ഉള്ള ബലത്തിൽ വന്നാണ് നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇതേപോലെ മറ്റ് വിസകളിലേക്ക് മാറിയത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എൻറ്റയർലി മാറി. പല റെസ്ട്രിക്ഷൻസ് വന്നു, സാലറി ത്രെഷോൾഡുകൾ ഉയർത്തുന്നു, ഡിപ്പെൻഡൻസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഗൈസ്, ഈ ഒരു അപ്ഡേറ്റ് ഇത് വന്നിരിക്കുകയാണ്. സണ്ണാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, നെറ്റ് മൈഗ്രേഷൻ അറൗണ്ട് ഇപ്പോൾ 7,28,000 എത്തിയിരിക്കുകയാണ് ലാസ്റ്റ് 12 മന്ത്സിനകം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇപ്പോൾ നിങ്ങൾ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യാൻ പോകുന്നതാണ്, ഈ ഗ്രാജുവേറ്റ് റൂട്ട് വിസ നിർത്തി കഴിഞ്ഞാൽ ഒരാളിങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത്. യെസ്, അവർക്ക് അത് തന്നെയാണ് വേണ്ടത്. കുറച്ച് നാളത്തേക്ക് ഒരാളും തിരിഞ്ഞു നോക്കും. കാരണം റിഫോം പാർട്ടി എന്നുള്ളൊരു പാർട്ടി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഇലക്ഷൻ, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷൻ, ആ ഇലക്ഷനിൽ നമുക്കറിയാം, ഒരു ലോക്കൽ ഇലക്ഷൻ വരുന്നുണ്ട്. അത് നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നമുക്കറിയാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, റിഫോം പാർട്ടി എങ്ങനെ ലേബർ പാർട്ടിയെ മറികടക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾക്കിവിടെ ഒരു കാണാം. നമ്മൾ ന്യൂസ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ വരുന്നത് തടയാൻ വേണ്ടി ഇവർക്ക് ഇതേ ഒരു മാർഗ്ഗമുള്ളൂ, പൂർണ്ണമായിട്ടും നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, 2 ലക്ഷം തൊട്ട് 3 ലക്ഷം ഒരു വർഷം എന്നുള്ള രീതിയിൽ. ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ഒരു ക്യാപ്പ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് നോക്കാൻ പറ്റുള്ളൂ. അതാണ് ഗവൺമെൻറ്റിന് വേറെ അറ്റ കൈക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതേ ഉള്ളൂ. ഗ്രാജുവേറ്റ് റൂട്ട്, കാരണം ഗ്രാജുവേറ്റ് റൂട്ട് വിസ നെറ്റ് മൈഗ്രേഷനിൽ ഏകദേശം 10-15% എന്താണ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തൽ. ഇത് സണ്ണിന് ഹോം ഓഫീസ് പ്രതിനിധികളുടെ സൈഡിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്കറിയാം, ഇതിനകത്ത് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇങ്ങോട്ട് വരാതാവും, ഇല്ലെങ്കിൽ വരില്ല എന്ന് പറയാം. യൂണിവേഴ്സിറ്റിയിൽ പലതും പൊട്ടും, അത് ഗവൺമെൻറ്റിനും അറിയാം. പക്ഷേ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2, എന്താണ് ഇതിനകത്ത് കാതലായിട്ടുള്ള മാറ്റം വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒന്ന്, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കൊടുക്കുന്നത് അതിന് സർട്ടൻ കോഴ്സസിന് മാത്രമായിട്ട് ചിലപ്പോൾ ലിമിറ്റ് ചെയ്തേക്കാം. ഓക്കെ, രണ്ടാമത്തെ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇയറിലേക്ക് 1 ഇയറിലേക്കോ തിരിച്ചും 6 മന്തിലേക്കോ കൊണ്ടുവരാനുള്ള സാധ്യത അതവിടെ ഉണ്ട് എന്നുള്ളതാണ്. 3, ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും നടന്നില്ലെങ്കിൽ മൂന്നാമത് നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്കിൽഡ് വർക്ക്, നമ്മളിവിടെ വന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിൽ തന്നെ ജോലി നേടുക. അതും 36,000 തൊട്ട് 40,000 പൗണ്ട് പെർ ഇയർ സാലറി കിട്ടണം. ഇപ്പം നമ്മുടെ സാലറി ത്രെഷോൾഡ് 38,700 എന്നാൽ എല്ലാ ജോബിനും അല്ല, ചില ജോബിന് മാത്രമേ ഉള്ളത്. അതിപ്പോൾ 28,000 27,000 എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ജോബ് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അത് മാറ്റിയിട്ട് പൂർണ്ണമായും 36,000 മേലെ സാലറി, ഈ 40,000 മേലെ സാലറി കിട്ടുക. ഇതുവരെ ഫൈനൽ ഫിഗർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എന്നും ദ സൺ പറയുന്നുണ്ട്. സോ ഇതാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസയെ കുറിച്ചുള്ള ചേഞ്ചസ് വരാനുള്ള സാധ്യത കാണുന്നത്. ഓക്കെ, അപ്പോൾ മിനിസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഏകദേശം എല്ലാ വർഷവും 1,50,000-ഓളം ഗ്രാജുവേറ്റ് റൂട്ട് വിസ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് പലരും വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കെയർ സെക്ടേഴ്സിലും ലോ വേജസിലും അതേപോലെ തന്നെ അവരെല്ലാം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലാണ് അതായത് ലോ സ്കിൽഡ് ജോബ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ബെഞ്ച് മാർക്ക് ഇതിന് തടയാനായിട്ട്, അതായത് പൂർണ്ണമായി ഒഴിവാക്കാനല്ല, അതിനകത്ത് ഒരു തടയാൻ, അതായത് നമ്മളെന്താണ് പറയുക, കഴിച്ചിട്ട് തുപ്പാനും പറ്റില്ല, മധുരിച്ചിട്ട് ഇറങ്ങാനും പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലേക്കാണ് ഗവൺമെൻറ് സിറ്റുവേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ലിമിറ്റ് വയ്ക്കും. ആ ലിമിറ്റിൽ സാലറി കിട്ടുന്നവരൊക്കെ ഇവിടെ നിൽക്കും, അല്ലാത്തവരൊക്കെ മടങ്ങിപ്പോവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രപ്പോസൽ എന്നല്ല, ഇത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ വരാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് സണ്ണിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നും കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു സമയത്ത് പോലും സെയിം സംഭവം കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാജുവേറ്റ് റൂട്ട് വിസ ലിമിറ്റ് ചെയ്യാൻ പോകുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂട്ടാൻ പോകുന്നതും സ്റ്റുഡൻസിന്. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പോയപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു പണി പോലെ തന്നെയാണ് വരുന്നത്. അത് പണിയാവും തീർച്ചയായിട്ടും. എന്നിട്ട് നമുക്കറിയാം പഴയ പോലെ, അതായത് കുറച്ചും കൂടി ഇമിഗ്രേഷൻ സ്ട്രിക്റ്റ് ആവും, ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണത്തിൽ പാടെ കുറവ് വരും, ക്വാളിറ്റിയുള്ള ആളുകൾ മാത്രമേ UK ഇനി വരുള്ളൂ. അതായത് ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നവരെ, ഏതെങ്കിലും ഗ്യാപ്പ് കിട്ടി ഉടായ്പ വഴി നിൽക്കുക എന്നുള്ള സെറ്റപ്പിൽ വരുന്ന എല്ലാവർക്കും ഇത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ മറ്റൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബർ പാർട്ടി വന്നതിൽ പിന്നെ ഏകദേശം 30,000-ഓളം ആളുകൾ UK കപ്പൽ ഈ ബോട്ട് മാർഗം നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള ന്യൂസും വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പല വഴിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിനിടയിൽ നമുക്ക് റിഫോം പാർട്ടിയെ കാണിക്കാനാണോ ഇനിയിപ്പോൾ നമ്മുടെ ട്രംപണ്ണനെ കാണിക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ. സംഭവം 24,000-ഓളം ആളുകളെ ഡീപ്പോർട്ട് ചെയ്തു ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ അതൊരു ഇനിയിപ്പോൾ അത് പ്രഹസനമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ റിഫോം പാർട്ടി അങ്ങോട്ട് കത്തി കയറി വന്നുകൊണ്ടിരിക്കുക. സോ അവിടെ കാണിക്കാനാണ് ഇവിടെ കാണിക്കാനെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ 30,000 പേര് ഇവിടെ നുഴഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി, ഋഷി സുനകിൻ്റെ പാർട്ടി ചെയ്യാതൊരു ഗഡ്സ് ഇവരെ നേരെ പിടിച്ച് കയറ്റി അയച്ചിട്ടുണ്ട്. അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതേപോലെ ചെയ്യുന്നതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലീഗലായിട്ട് പഠിക്കാൻ വന്നിട്ടുള്ള ഒരാൾക്കും ദേ പറഞ്ഞ പോലെയുള്ള പണികൾ മാത്രമല്ലാതെ മറ്റൊരു സംഭവം കിട്ടുന്നില്ല. ബാക്ക് ടു ബാക്ക് പണിയാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങി, ഒരു എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻജിനീയറിംഗ് പഠിക്കാൻ വന്ന് നിങ്ങളിവിടെ ഷെഫായി തുടരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ നിയമം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ പോലെയാണ് വരാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കും. ഓക്കെ, മെയിൻ ഒരു കാര്യം. പിന്നെ ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ഇല്ലീഗൽ മൈഗ്രേഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇനി എന്താണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് കാണാൻ പറ്റില്ല. ഇപ്പോൾ കെയറേഴ്സിൻ്റെ കേസ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുറത്തൊന്നും ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നില്ല. UK സ്റ്റുഡൻസിന് തന്നെ കോഴ്സ് എടുക്കുന്ന ഈ പറഞ്ഞ കെയർ ജോബ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ജോബും കിട്ടിയില്ല എന്ന കെയർ ജോബ് എന്ന് പറയുന്നതൊക്കെ മാറി, അതൊക്കെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ നിയമം വരുന്നതുകൊണ്ട് ഇനി എന്താണ്, ഇനി സ്റ്റുഡൻസിന് കെയർ ജോബ് മേഖലയിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായിരിക്കും. ഓക്കെ, എന്തായാലും അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാതെ പോവാം, നോക്കാതെ പോവാം, എന്തും ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പേടിക്കുന്ന ആളുകൾ, എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയുമ്പോൾ പേടിക്കുന്ന ആളുകൾ ജീവിതത്തിലെ വൻ തോൽവിയാവും എന്നുള്ളതിന് 100% ഉറപ്പാണ്. നമ്മൾ വരാൻ പോകുന്ന കാര്യം മുന്നേ കാണുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത്. പ്ലാൻ A B C എടുക്കണം. എന്താണ് A B C എന്നൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ പ്ലാനുകൾ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു 1 to 1 ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ കാലത്തെ ഈ PSW കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ PSW കടന്നതിന് മുമ്പൊക്കെ വിളിച്ച് പറയുന്നവർക്ക് വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്തുള്ള റിക്വസ്റ്റും കൂടിയാണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറുമ്പോൾ PSW സമയത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കുക. അവർ പറയും PSW കഴിഞ്ഞിട്ട് തരാമെന്ന് പറയുവാണെങ്കിൽ വിശ്വസിക്കരുത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 1 to 1 എനിക്ക് വരുന്ന കൺസൾട്ടേഷൻസ് അവരെല്ലാം കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം ഇവരൊരു കമ്പനിയെ വിശ്വസിച്ച് അവിടെ വർക്ക് ചെയ്തിട്ട് അവസാന നിമിഷം അവരെ പറഞ്ഞു വിടുകയാണ്. 2-3 മാസമുള്ള സമയത്ത് പറഞ്ഞു വിടും. 2-3 മാസം കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന നിയമത്തെ പേടിച്ചിട്ടാണ് അവർ മാറ്റുന്നത്. നിയമം എന്താണെന്ന് പോലും അറിയില്ല.
അപ്പോഴേക്കും അവരെ പേടിച്ചിട്ട് മാറ്റാൻ തുടങ്ങി. സാലറി ത്രഷോൾഡ് ഒരു ബാധകമാണെങ്കിൽ പോലും ഇപ്പോൾ അവർ പറയുന്നത് പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നു, സോ ഞങ്ങൾക്ക് അറിയില്ല എടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺഫേം ചെയ്യുക, മുന്നേ തന്നെ ചോദിക്കുക, ഇനി 1-2 വർഷമുണ്ട് അപ്പോൾ ചോദിച്ചാൽ മതി എന്ന് ഇരിക്കുന്ന ആളുകളെല്ലാം ഇവരുടെ ഇതേ അവസ്ഥയിലാവും. അന്ന് നിങ്ങൾക്ക് 1 to 1 ബുക്ക് ചെയ്യാതെ ഒരവസ്ഥ വരാതിരിക്കട്ടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും വഴികൾ പലതുണ്ട്. സെർച്ച് ചെയ്യുക, ചിന്തിക്കുക, അതിനനുസരിച്ച് നീങ്ങുക. ഓക്കെ, ഈ നിയമങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ ഒരു അനക്കം വരുവാണെങ്കിൽ പോലും ഇതേപോലെ ന്യൂസുകൾ നിങ്ങൾ മുന്നിലോട്ട് എത്തിക്കുന്നത് ഇതൊരു ഏറ്റവും വലിയ കോമഡി. കഴിഞ്ഞ വർഷത്തും അതിന് മുമ്പത്തെ വർഷമൊക്കെ നിയമങ്ങളൊന്നും വരാത്തതിന് മുമ്പ് തന്നെ ഇതേപോലുള്ള ന്യൂസുകൾ വന്നായിരുന്നു. ഏതെങ്കിലും ഒരു പേപ്പറിലോ 2 പേപ്പറിലോ ന്യൂസുകൾ വന്നപ്പോൾ നമ്മളെടുത്ത് വീഡിയോ ചെയ്തപ്പോൾ വിമർശിച്ചവരുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നിയമം വന്നപ്പോൾ അവരുടെ വായ കടഞ്ഞുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ സില്ലിയായിട്ട് തട്ടിക്കളയണ്ട, അത് അതിൻ്റേതായിട്ടുള്ള സെൻസിന് എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ന്യൂസ് ആണെങ്കിൽ പോലും, ഇനി അത് റൂമറാണെങ്കിൽ പോലും വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കുക, പോസിറ്റീവായിട്ട് പ്രിക്കോഷൻസ് എടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞത് മനസ്സിലായാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിവേ, ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടെങ്കിൽ കൊച്ചിയിൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുക.